നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമന ഉത്തരവുണ്ടായിട്ടും മാനേജർ നിയമനം നടത്തുന്നില്ലെന്ന് പരാതി. എസ്എസ്എഫിന്റെ നേതൃത്വത്തിൽ മുത്തഅല്ലിം സമ്മേളനം സംഘടിപ്പിച്ചു. കെട്ടിടം പൊളിച്ചുമാറ്റിയ സംഭവം. ഉടമകൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. വാർത്തകൾ വിശദമായി. കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും സ്കൂൾ മാനേജർ നിയമം അംഗീകരിക്കുന്നില്ലെന്ന് പരാതി. തെന്നല അറക്കൽ കുണ്ടിൽ പറമ്പ് EM-LP സ്കൂളിലെ ഫാത്തിമ റഹീനയ്ക്കും നീമ സുധാകരനുമാണ് കോടതി വിധി അനുകൂലമായിട്ടും മാനേജർ നിയമനം നടത്താത്തത്. 7 ലക്ഷം രൂപ കോഴ വാങ്ങി ഇല്ലാത്ത തസ്തികയിൽ നിയമനം നടത്തിയ പരാതിയിൽ കോടതി അനുകൂല വിധി ഉണ്ടായിട്ടും സ്കൂൾ മാനേജർ നിയമനത്തിൽ തയ്യാറാവുന്നില്ല. 2006-ൽ നീമ സുധാകരനെ 4 ലക്ഷം രൂപ വാങ്ങിയും 2007-ൽ റഹീന ഫാത്തിമയുടെ പക്കൽ നിന്ന് 7 ലക്ഷം രൂപ കോഴ വാങ്ങിയുമാണ് മാനേജർ നിയമനം നടത്തിയിരുന്നത്. എന്നാൽ ഇല്ലാത്ത തസ്തികകളിലാണ് തങ്ങളെ മാനേജർ നിയമനം നടത്തിയതെന്ന് കാണിച്ച് ഇവർ വേങ്ങര AEOക്ക് രേഖാമൂലം പരാതി നൽകിയിരുന്നു. മുദ്രപത്രം ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യുന്ന മുന്നേ. അതിലെഴുതിയത് റിട്ടയർമെൻറ്റ് പോസ്റ്റിലേക്കാണെന്നാണ് എഴുതിയത്. പൈസ കൊടുത്തതും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മുന്നേ ഒരാളുണ്ടെന്ന് അറിയുന്നത്. അവർ ഒപ്പൊന്നും സൈനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കൊല്ലം മുമ്പേ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അന്ന് ജോയിൻ ചെയ്യാൻ വന്ന ദിവസം മാനേജർ എന്നെ അച്ഛനെയും വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളെക്കാട്ട് 1 വർഷം സീനിയറായ ഒരു കുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണ് സീനിയർ, നിങ്ങൾ എന്നിട്ടാ വരുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് പറഞ്ഞത് 10:30 ഇവിടെ എത്തുമെന്ന്. മാനേജർ എൻ്റെ ഏട്ടനും ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും ഇല്ല, പറഞ്ഞ ആളുമില്ല. അപ്പോൾ ഇത് ഇനി തൊട്ട് സ്ഥിരമായിട്ട് ഞങ്ങളിവിടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നവരെ ഇവിടെ ഇരുന്ന് കുത്തിയിരിപ്പ് സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വിജയിക്കും വരെ ഞങ്ങളിത് തുടരും. നിയമനം നടത്തിയെങ്കിലും തസ്തിക സർക്കാർ അംഗീകരിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് നടപടികൾ കൈക്കൊണ്ടില്ല എന്നും പരാതിക്കാർ പറയുന്നു. മാത്രമല്ല, അഡീഷണൽ തസ്തികയിൽ ജോലി നോക്കുന്ന 2 പേർ ഉണ്ടായിരിക്കെ 3 പേരെ പുതുതായി നിയമിക്കുകയും ചെയ്തു. അതിനിടെ ഡിവിഷൻ ഫോളിന്റെ പേരിൽ ജൂലൈ 16-ന് അഡീഷണൽ തസ്തികയിലുള്ളവരെ പിരിച്ചുവിട്ടതായി പ്രധാനാധ്യാപകൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ തലയെണ്ണൽ നടപ്പാക്കുന്നതിന് മുമ്പായി ഡിവിഷൻ ഫാളിന്റെ പേരിൽ 2 പേരെ പിരിച്ചുവിട്ടത് ചോദ്യം ചെയ്തും ജോലിയിൽ പ്രവേശിച്ച് 4 വർഷമായിട്ടും സർക്കാർ അംഗീകാരത്തിന് ശ്രമിക്കാത്തതിനെതിരെയുമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഹൈക്കോടതി നോട്ടീസ് അയച്ചപ്പോൾ 4 വർഷമായി ഈ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും പരാതിക്കാരിയെ പിരിച്ചുവിട്ടത് ഡിവിഷൻ ഫാൾ കാരണമാണെന്നാണ് സ്കൂൾ മാനേജർ പറഞ്ഞത്. ഇവരുടെ തസ്തിക നിയമവിരുദ്ധമാണെന്ന് വേങ്ങര AEOയെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇവർക്ക് ജോലി നഷ്ടമാവുകയായിരുന്നു. ഫാത്തിമത്ത് റഹീനക്കും നിമ സുധാകരനും ശേഷം ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിപ്പിച്ച ശരണ്യ M നായർ, ദീപക്, ഷമീർ എന്നീ അധ്യാപകരെ ദിവസവേതനത്തിൽ നിന്നും മാറ്റി റെഗുലർ തസ്തികയിലേക്ക് നിയമിക്കുകയായിരുന്നു. അപ്പോൾ സീനിയർ ആയിരുന്ന 2 പരാതിക്കാരെ പരിഗണിച്ചതുമില്ല. ഇതിനെതിരെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സ്കൂൾ മാനേജ്മെന്റ്, പരാതിക്കാർ, AEO എന്നിവരുടെ വിശദീകരണം തേടിയിരുന്നു. തുടർന്ന് ഇവരെ ജൂനിയർ അധ്യാപകരുടെ തസ്തികയിൽ നിയമിക്കണമെന്ന ഉത്തരവും പുറപ്പെടുവിച്ചു. ഇവരെ പകരക്കാരായി നിയമിച്ചവർക്ക് പകരമായി നിയമിക്കണമെന്ന് അഡീഷണൽ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നിട്ടും നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പരാതിക്കാരായ അധ്യാപികമാർ മാനേജറുടെ വീടിന് മുന്നിൽ ഇന്നലെ മുതൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. പരാതിക്കാരുടെ നിയമനത്തിൽ സ്റ്റേ ഉത്തരവുണ്ടെന്നും അതിനാൽ നിയമനം നടക്കില്ലെന്നുമാണ് മാനേജ്മെന്റ് പറയുന്നത്. കോട്ടക്കൽ നഗരസഭാ കൗൺസിൽ യോഗം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നഗരസഭാ ഹാളിൽ ചേർന്നു. യോഗത്തിൽ 2011 ജൂൺ മാസത്തെ വരവ് ചെലവ് കണക്കുകൾ അംഗീകരിച്ചു. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന പെർഫോമൻസ് ഗ്രാന്റ് ലഭിക്കുന്നതിന് കേരള ലോക്കൽ ഗവൺമെന്റ് സർവീസ് പ്രൊജക്ട് നിർദ്ദേശിച്ച പ്രമേയം പാസാക്കുന്ന വിഷയം കൗൺസിൽ ചർച്ച ചെയ്തു. നഗരസഭ പുതുക്കി പണിത മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടക്കാരുടെ സ്വന്തം ചെലവിൽ താൽക്കാലിക കോണി സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ബൾബും ട്യൂബും ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന തെരുവ് വിളക്കുകൾ CFL ആയി മാറ്റുവാനും നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ബൾബും ട്യൂബും ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന തെരുവ് വിളക്കുകൾ CFL ആയി മാറ്റാനും മുഴുവൻ തെരുവ് വിളക്കുകളും പരിപാലിക്കുന്നതിന് AMC നൽകുവാനും കൗൺസിൽ തീരുമാനമായി. യോഗത്തിൽ ചെയർപേഴ്സൺ ബുഷ്ര ഷബീർ അധ്യക്ഷത വഹിച്ചു. കോട്ടക്കൽ മേഖല SSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുത്തഅല്ലിം സമ്മേളനം ഒതുക്കുങ്ങൽ KMH ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് OK ഉസ്താദ് നഗറിൽ നടന്ന സമ്മേളനത്തിൽ ഒതുക്കുങ്ങൽ ഡിവിഷനിൽ നിന്നും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. SSFന്റെ ധാർമ്മിക സമരങ്ങൾക്ക് എന്നും കരുത്തും ഊർജവും പകർന്നത് മുത്തല്ലിമുകളാണെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായി.
കോട്ടക്കലിൽ കെട്ടിടം പൊളിച്ചു മാറ്റിയ സംഭവത്തിൽ കെട്ടിട ഉടമകൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. മലപ്പുറം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് പ്രതികൾ ജാമ്യമെടുത്തത്. കോട്ടക്കൽ നഗരത്തിൽ അർദ്ധരാത്രി 2 വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കിയ സംഭവത്തിലെ പ്രധാന പ്രതികൾ മലപ്പുറം കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. കോട്ടക്കലിലെ CK കുഞ്ഞിമരക്കാർ, സഹോദരൻ അബ്ദുൽ സലാം എന്നിവരാണ് ജാമ്യമെടുത്തത്. പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത 6 പേർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് ഔഷധോദ്യാനത്തിന് മുൻവശത്ത് CK കുഞ്ഞിമരക്കാരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന മാസ് ഗ്ലാസ് ഹൗസ്, റോയൽ അലൂമിനിയം ഡെക്കർ എന്നീ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കിയത്. 2 വ്യാപാര സ്ഥാപനങ്ങളിലെയും സാധനങ്ങളും ഷട്ടറുകളുമെല്ലാം JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയെങ്കിലും വ്യാപാരികൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഹാൾ പോലെ കിടക്കുന്ന തുറസായ സ്ഥലത്ത് തകർന്നു വീഴാറായ മേൽക്കൂരയ്ക്ക് കീഴിൽ വ്യാപാരികൾ മേശയും കസേരയും ഇട്ട് ഓഫീസ് പ്രവർത്തനം നടത്തിവരികയാണ്. കോട്ടക്കൽ നഗരത്തിൽ നിയമം കയ്യിലെടുക്കുന്ന സംഭവമുണ്ടായിട്ടും പോലീസ് വളരെ നിസ്സാരമായാണ് കേസ് കൈകാര്യം ചെയ്തതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന പ്രതികളെ പിടികൂടാതെ കോടതിയിൽ കീഴടങ്ങാൻ അനുവദിക്കുകയായിരുന്നു. 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ തൊഴിലാളികളുമാണ്. പിടികൂടിയവർക്കെതിരെ പോലും ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കൂടുതൽ ആളുകളെയും JCBയും കൃത്യത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും സെക്രട്ടറി T അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പൊളിച്ച വ്യാപാര സ്ഥാപനത്തിൽ കച്ചവടം ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തി തരണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ തിരൂർ സബ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ കോടതിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം നടത്തിയിരുന്നു. ഈ കേസ് ഈ മാസം 29-നാണ് വെച്ചിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് കോട്ടക്കലിലെ കെട്ടിട ഉടമകളുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വ്യാപാരികൾക്കെതിരെ വിമർശനമുണ്ടായി. 2 വർഷം മുമ്പ് ഈ കെട്ടിടം വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണെന്നും ഇക്കാര്യം വ്യാപാരികളെ അറിയിച്ചിരുന്നെങ്കിലും ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നുമാണ് കെട്ടിട ഉടമകളുടെ ആരോപണം. കെട്ടിടം പൊളിച്ചതിനും സ്ഥല ഉടമക്കും യോഗം പിന്തുണ നൽകിയതായും അറിയുന്നു. കോട്ടക്കൽ പ്രസ് ഫോറം പുറത്തിറക്കിയ ടെലിഫോൺ ഡയറക്ടറി നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര ഷബീർ പ്രകാശനം ചെയ്തു. കോട്ടക്കൽ പ്രസ് ഫോറത്തിന് കീഴിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും വിവരങ്ങളും നമ്പറുകളും ഉൾക്കൊള്ളുന്ന ഡയറക്ടറിയാണ് പുറത്തിറങ്ങിയത്. വ്യാഴാഴ്ച വൈകുന്നേരം പ്രസ് ഫോറത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര ഷബീർ വ്യാപാര വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റ് സെക്രട്ടറി T അബ്ദുൽ ഗഫൂറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് AP സത്യനാഥ് സ്വാഗതവും സെക്രട്ടറി ഷാഹുൽ നന്ദിയും പറഞ്ഞു. ഫറൂഖ് B.Ed കോളേജിന്റെ മാഗസിൻ പ്രകാശനവും ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങും ജൂലൈ 30-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോളേജിൽ വെച്ച് നടക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. രണ്ടത്താണി അൽമനാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മനാർ ടൈംസ് എഴുത്തുപുരയും നവസാഹിതി പ്രകൃതി ഗ്രാമ കുടുംബ മാഗസിനും പ്രകാശനം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒഴൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമന ഉത്തരവുണ്ടായിട്ടും മാനേജർ നിയമനം നടത്തുന്നില്ലെന്ന് പരാതി. SSFന്റെ നേതൃത്വത്തിൽ മുത്തഅല്ലിം സമ്മേളനം സംഘടിപ്പിച്ചു. കെട്ടിടം പൊളിച്ചു മാറ്റിയ സംഭവം ഉടമകൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.